ഹലോ ഗൈസ്, BMW 520 ആണ് ഇന്ന് നമുക്ക് വർക്കിനായിട്ട് എത്തിയിട്ടുള്ളത്. അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് സ്റ്റിയറിംഗ് ടൈറ്റ് ആണ്. അതോടൊപ്പം തന്നെ അതിനകത്തൊരു വാർണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ അതിന് വേണ്ടി ലെഫ്റ്റേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലെ വലിയ ഷീൽഡ് അഴിച്ചതിന് ശേഷം നമുക്ക് ആ സ്റ്റിയറിംഗ് ബോക്സ് സ്റ്റിയറിംഗിൻ്റെ റാഡിൽ നിന്ന് അഴിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ രണ്ട് സൈഡിലെ എൻഡ് അഴിച്ചു വിട്ടതിന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് കോളത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് നമ്മളത് വൈസ് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റിയറിംഗ് ബോക്സ്. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ആ മോട്ടർ വരുന്ന ഭാഗം നമ്മൾ അഴിച്ചെടുക്കുകയാണ്. അഴിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ബെൽറ്റ് അതിനകത്ത് പൊട്ടിപ്പോയതായിട്ട് നമുക്ക് കാണാം. ഇതാണ് അതിൻ്റെ പഴയ ബെൽറ്റ്. അപ്പോൾ നമ്മൾ ആ ബെൽറ്റ് നമ്മൾ സെയിം അതിൻ്റെ ടീത്ത് വരുന്നുണ്ട്. അതിൻ്റെ ടീത്തിൻ്റെ എണ്ണം വരുന്നത് 152 വരുന്നത്. അപ്പോൾ നമ്മൾ ആ ടീത്തുള്ള ബെൽറ്റ് തന്നെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ വന്ന ബെൽറ്റ് നമ്മൾ സ്റ്റിയറിംഗ് ബോക്സിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബെൽറ്റ് മാക്സിമം ടൈറ്റാക്കി തന്നെ നിർത്തേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ കവർ കയറ്റുന്ന സമയത്ത് ആ ബെൽറ്റ് വീണ്ടും ലൂസായി പോവും. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ കവർ കയറ്റുന്ന സമയത്ത് അത് ലൂസായി പോവും. നോർമലി ഇതുപോലെ കംപ്ലൈൻറ്റ് വരാറുള്ളപ്പം സ്റ്റിയറിംഗ് ബോക്സ് അസംബിളി സെക്കൻഡ് മേടിച്ച് വെക്കാറാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ബെൽറ്റ് മാത്രമായിട്ടാണ് മാറുന്നത്. അതിന് ശേഷം നമുക്കത് കയറ്റി പിടിപ്പിച്ച് ഓടിച്ച് നോക്കണം. നല്ലപോലെ തിരിച്ച് രണ്ട് സൈഡിലോട്ട് ലെഫ്റ്റും റൈറ്റും നല്ല രീതിയിൽ തിരിച്ച് നോക്കണം. ബെൽറ്റ് സ്ലിപ്പായി പോകുന്നുണ്ടോ എന്നോ, അല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടിപ്പോവോ, അല്ലെങ്കിൽ ബെൽറ്റ് ലൂസായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. സോ ഇതുപോലെയുള്ള പ്രീമിയം കാറിൻ്റെ വർക്കിനായിട്ട് SMT ഓട്ടോമൊബൈൽസായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.